ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 88 റിവ്യൂ. രാവിലെ ചിരട്ടപ്പുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന നെവിൻ. ഇന്നും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പരീക്ഷിക്കുന്ന അനുമോൾ. അനുമോളുടെ ഒറ്റപ്പെടൽ തകർക്കാൻ ശ്രമിക്കുന്ന അനീഷ്. അനുമോളെ ഒറ്റയ്ക്കാക്കാതിരിക്കാൻ വേണ്ടി കൂടെ നിൽക്കുക. സ്ട്രാറ്റജി ആണെങ്കിൽ അത് തകർക്കുക, ശരിക്കും ഒറ്റപ്പെടുകയാണെങ്കിൽ കൂടെ നിൽക്കുക. അതായിരിക്കണം അനീഷിന്റെ പോളിസി. ആദിലും നൂറയും അനുമോളും തമ്മിൽ മാറിയിരിക്കുന്നതിനെ പറ്റി അനീഷ് സംസാരിക്കുന്നു. നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ, നിങ്ങളുടെ കളിയും ചിരിയൊക്കെ ഇനിയും വേണ്ട, ഒന്നിച്ചു ചേരാൻ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ താല്പര്യമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അനീഷ്. അനുമോൾക്ക് ഏതായാലും താല്പര്യമില്ലെന്ന് അനുമോളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അനുമോൾ പറയുന്നുണ്ടായിരുന്നു, വേറെ ആരും PR എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എന്റെ കൂടപ്പിറപ്പുകളെ പോലെയാണ് ഞാൻ അവരെ കരുതിയെന്ന്. ആദില അങ്ങോട്ട് വന്നപ്പോൾ ആദിലയോടും അനീഷ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കാൻ. ചില തിരിച്ചറിവുകൾ ഇപ്പോഴാണ് ഉണ്ടായതെന്ന്. നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഷാനവാസും അനുമോളുമാണെന്നാണ് ഞങ്ങൾ കരുതിയത്, പക്ഷെ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ആദില. ഫിനാലെ കിട്ടിയപ്പോൾ നൂറയ്ക്ക് അഹങ്കാരമായി എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ശരിക്കും ഞങ്ങൾക്ക് പിടികിട്ടിയെന്ന്. PR-ന്റെ ബലത്തിലാണ് ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന് നൂറ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അനുമോൾ. അതിലെ നൂറയും അങ്ങോട്ട് വിളിക്കുന്നു. എന്റെ ക്യാപ്റ്റൻസി തകർക്കാൻ നോക്കിയപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നൂറ. നിന്റെ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടിയതെന്ന് നീ പറഞ്ഞില്ലെന്ന് ആദില. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അനുമോൾ. പിന്നെ നീ എന്തിനാ കൂടെ കൂട്ടിയെന്ന് മനസ്സിലായെന്ന് പറഞ്ഞതെന്ന് ആദില. ചോറ് തിന്നുന്ന ആർക്കും മനസ്സിലാകുമെന്ന്. ഫെയിം അല്ലെങ്കിൽ പിന്നെന്താണ്? നിന്റെ വീട്, കാറ്, വീട്ടുകാറ്, പണം, അതല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീ പറയുന്നതെന്ന് നിങ്ങൾ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞ് അനീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ തന്നെ അനുമോൾ എഴുന്നേൽക്കുന്നു. അനുമോൾക്ക് ഇത് താല്പര്യമില്ല. ആദില ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ആദിലും നൂറയും എല്ലായ്പ്പോഴും അനുമോളുടെ കുറ്റം മറ്റുള്ളവരുടെ മുമ്പേ വിളമ്പും. അനുമോൾക്കെതിരെ കളിക്കും. അനുമോൾ ഒരിക്കലും ആദിലയുടെയും നൂറയുടെയും കുറ്റം മറ്റുള്ളവരോട് പറയാറില്ല. ഷാനവാസ് ആദില നൂറയെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞപ്പോഴും അനുമോൾ അതൊന്നും ആദിലയോട് പറയുകയും ചെയ്തിട്ടില്ല. തിരിച്ചും അങ്ങനെ തന്നെ അനുമോളെയും ഷാനവാസിനെയൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ആദില നൂറയും ഇവിടം വരെ എത്തിയത്. നിവിൻ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്. നിവിൻ അനുമോളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, വെള്ളമൊഴിച്ചതൊക്കെ ഞാൻ ചെയ്തത് തെറ്റാണ്, അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത്, ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോളോട് സംസാരിക്കുന്നുണ്ട് നിവിൻ. ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന അനുമോളോട് സംസാരിക്കാൻ വരുന്ന അനീഷ്, അനുമോൾ ടേക്ക് കയറുന്ന നൂറയും അക്ബറൊക്കെ പറയുന്നുണ്ട് അനീഷിനെ പറ്റി. അവരുടെ രീതികൾ ക്രഞ്ചായിട്ട് തോന്നുന്നു എന്ന് സാബുമാൻ. ലവ് ട്രാക്ക് അല്ല, മറ്റെന്തോ കോംബോ അവർ പിടിക്കുകയാണെന്ന് സാബുമാൻ. ഇതുവരെ വന്നിട്ടുള്ളതിൽ മണിബാങ്കിലെ ഏറ്റവും വലിയ എമൗണ്ട് ഇന്നാണ് വന്നത്. 3.5 ലക്ഷം രൂപ. ജയിക്കുന്ന ആൾക്കത് കിട്ടും. നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും 7 പേരുടെയും ഫോട്ടോകളുള്ള ബ്ലോക്കുകൾ ഓരോ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടാവും. ലിവിൻ ഏരിയയിൽ ഒരു ബാസ്ക്കറ്റും ഉണ്ടായിരിക്കും. സൈറൻ അടിക്കുമ്പോൾ ആരെങ്കിലും ബ്ലോക്ക് എടുത്തുകൊണ്ടായി ആ ബാസ്ക്കറ്റ് നിക്ഷേപിച്ചാൽ അയാൾ പുറത്താകും. തങ്ങളുടെ ബ്ലോക്കുകൾ ആർക്കും സംരക്ഷിക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ എടുത്തുകൊണ്ടിടാനേ സാധിക്കൂ. ഫസ്റ്റ് റൗണ്ടിൽ ഒരാളെയും സെക്കൻഡ് റൗണ്ടിൽ 2 പേരെയും, ഫോർത്ത് റൗണ്ടിൽ ഓരോരുത്തരെയും പുറത്താക്കുക. അവസാനം വരുന്ന 2 പേർ തമ്മിൽ ആയിരിക്കും മത്സരം. സൈറൻ അടിച്ചപ്പോൾ സാബുമാൻ പെട്ടെന്ന് തന്നെ അനീഷിന്റെ പോയി എടുത്ത് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് അനീഷിനെ ഔട്ടാക്കി. അനീഷ് അനുമോളെ സേവ് ചെയ്യാൻ വേണ്ടി അനുമോളെ അടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷിന്റെ നഷ്ടമായി. ഇങ്ങനെയും കളിക്കാമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. നൂറയും അക്ബറും പരസ്പരം സഹകരിച്ച് കളിക്കാൻ തീരുമാനിച്ചു. അടുത്ത റൗണ്ടിൽ നൂറ അക്ബറിന്റെയും അക്ബർ നൂറയുടെയും എടുത്ത് സേവ് ചെയ്തു. ഇത്തവണ ഷാനവാസും അനുമോളുമാണ് പുറത്തായത്. അടുത്ത റൗണ്ടിൽ 4ാമത്തെ റൗണ്ടിൽ അവസാനം വന്നത് അക്ബറും നൂറയും. ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് അവിടെ. ഹൗസിലുള്ളവർക്ക് തീരുമാനിക്കാം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. ശരിക്കും അൺഫെയർ ആണ്. എല്ലാവരും നൂറയ്ക്കാണ് വോട്ട് ചെയ്യൂ. അത് ബിഗ് ബോസിന് തന്നെ അറിയാം. അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അവർ സ്ട്രഗ്ലിംഗ് പീരീഡാണ് എന്നൊക്കെ പറഞ്ഞാണ് കൂടുതൽ പേരും നൂറയ്ക്ക് കൊടുത്തത്. ശരിക്കും അവിടെ ഒരു ടാസ്ക് നടത്തി വിജയിക്കുന്ന ആൾക്ക് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഏതായാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ അക്ബർ ഒറ്റയ്ക്കിരിക്കുന്ന അനുമോളെ കണ്ട് പാവം തോന്നുന്നു എന്ന്, പാവമാണെന്ന് തോന്നി ആ നിമിഷം നമ്മുടെ പരാജയമായിരിക്കുമെന്ന് നിവിൻ ഇടയ്ക്ക് പോയി അനുമോളോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ അനീഷും. നൂറ് ഫിനാലയിൽ കയറിപ്പറ്റി, കൂടാതെ പൈസയും കിട്ടി. ആദില നൂറയോട്, എനിക്കും ഒരാഗ്രഹം ടോപ്പ് 5-ൽ കയറണമെന്ന്, നീ ഡിസർവിംഗ് ആണെന്ന് പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവരെ വോട്ട് ചെയ്ത് അവരെ കയറ്റാൻ വേണ്ടി. വന്നപ്പോൾ ഫാമിലി വീക്ക് വരെ നിന്നാൽ മതി, ഫാമിലിയുമായിട്ട് ഒന്നിക്കാൻ. പിന്നെ ഫിനാലയിൽ കയറിയാൽ മതി. ഫിനാലെ കയറിയപ്പോൾ ഇനി കപ്പാണ് ലക്ഷ്യം. എന്ത് കളി കളിച്ചാലും കപ്പ് നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം അതുതന്നെ. ആരെ കൂട്ടുപിടിച്ചാണെങ്കിലും ആരെ തകർത്താണെങ്കിലും ഏത് കള്ളക്കളി കളിച്ചാണെങ്കിലും എങ്ങനെയും കയറുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇത്രയും നാൾ അക്ബറിനെ വൃത്തികെട്ടവൻ, വളച്ചൊടിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ പറയാവുന്നതെല്ലാം പറഞ്ഞ് അക്ബറിനെതിരെ കളി കളിച്ച ഇവർ ഇപ്പോൾ അക്ബറിന്റെ കൂടെ നടക്കുന്നു. അക്ബർ കപ്പ് നേടുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അക്ബറിന്റെ കൂടെ ഗെയിം കളിക്കുന്നു, അക്ബറിന്റെ കൂടെ തമാശ പങ്കിടുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ആദില ഷാനവാസിനോട് പറയുകയാണ്, എന്ത് മോശം കളി കളിക്കുകയാണെങ്കിലും അക്ബർ സ്ട്രേറ്റ് നേരെ നിന്നാണ് സംസാരിക്കുന്നത്, അക്ബർ സ്ട്രേറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അനുമോൾ അങ്ങനെയല്ല, ഉള്ളിൽ നല്ല മനസ്സുള്ളവളല്ല, പഠിച്ച കളിയാണെന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ആദില സംസാരിക്കുന്നത്. ഇത്ര നാൾ അനുമോളുടെ കൂടെ നിന്നിട്ട് അനുമോൾക്കെതിരെ കളിക്കുന്ന കളി കണ്ടോ. വെറുതെ എന്തൊക്കെ പറഞ്ഞവളാണ് ഇപ്പോൾ തിരിച്ചു പറയുന്നത്. ഒരു നിലപാടുമില്ലാത്തവർ. കള്ളകളികളാണ് ഇവർ കളിച്ചിട്ടുള്ളത്. എന്തൊക്കെ തറവേലകളും കളിച്ചിട്ടുണ്ട്. എന്നിട്ട് 2 പേരും കൂടി പതുക്കെ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കും. എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. വളച്ചൊടിക്കുന്നതിന്റെ ഉസ്താദുക്കളാണ് ഇവർ. എന്നിട്ടാണ് ഇവർ കഥകൾ മെരിഞ്ഞ ബാക്കിയുള്ളവർ വളച്ചൊടിക്കൽക്കാർ എന്ന് പറയുന്നത്. ഇവർ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ എപ്പിസോഡും ലൈവൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. തങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒറ്റയ്ക്ക് ആടുന്ന ഊഞ്ഞാലിൽ ഇരുന്ന് കരയുന്ന അനുമോൾ മറ്റൊരു സ്ട്രാറ്റജി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ആരാണ് ടോപ്പ് 5-ൽ എത്തുക പറയൂ.